ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടർക്കിഷ് അദാന കബാബാണ്. അതിൽ നമ്മൾ കുറച്ച് ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് നമ്മളതൊരു ഇന്ത്യൻ വെർഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 1/2 കിലോ മിൻസ്ഡ് മട്ടൺ അല്ലെങ്കിൽ ലാം മീറ്റ്, ഒരു മീഡിയം സൈസ് സവോള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുകൂടാതെ മുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ജീരകവും പെരിഞ്ജീരകവും കൂടി പൊടിച്ച പൗഡർ, സുമാക് പൗഡർ. അത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു സ്പൈസാണ്. അത് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഇതിലേക്ക് ആദ്യം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ ജ്യൂസ് കളയാൻ പോവുകയാണ്. ജ്യൂസ് കളഞ്ഞില്ലെങ്കിൽ അത് ഈ കബാബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടി വരാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ 1/2 കിലോ മിൻസ്ഡ് മീറ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ സുമാക് പൗഡർ, 1/2 ടീസ്പൂൺ ജീരകവും പെരുംജീരകവും കൂടെ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എരിവൊക്കെ ആവശ്യത്തിന് കുറച്ചും കൂടി വേണ്ടവർക്ക് കുറച്ചും കൂടി സ്പൈസസും ചില്ലിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീറ്റും സ്പൈസസും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഫിലിമിൽ പൊതിഞ്ഞ് നമ്മൾ ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പം നമ്മുടെ ഒരു രാത്രി എടുത്തു വെച്ച കബാബിൻ്റെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് കബാബ് ഉണ്ടാക്കുന്ന സ്ക്യൂവർ. സാധാരണയായി ഈ മീറ്റ് ഇതിലേക്ക് വെച്ച് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അത് എക്സ്പേർട്സിനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു മോൾഡ് മേടിക്കാൻ കിട്ടും. ഇത് ആമസോണിലൊക്കെ കിട്ടും. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് മോൾഡ്. ഇതുപോലെ തുറന്നു വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ക്ലീൻ ഫിലിം വെച്ച് ശരിയാക്കിയതിന് ശേഷം ഒരു 60-70 ഗ്രാം, അതായത് എൻ്റെ ഒരു കൈക്ക് ഉള്ള അത്രയും മീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആദ്യമായിട്ട്. മീറ്റ് നല്ലോണം നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് യൂണിഫോം പോലെ ആക്കിയതിന് ശേഷം ഈ സ്ക്യൂവർ എടുത്തിട്ട് ഇതിലൊരു ആരോ ഉണ്ട്, അതിലേക്ക് ഇത് കുത്തിയതിന് ശേഷം ഈ പരന്ന വശം നല്ലോണം പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റുക. ഇതിന് ശേഷം ഒന്നുകൂടി പ്രസ് ചെയ്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ മുകളിലേക്ക് മൂടി വെച്ച് നമ്മൾ ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കബാബ് എന്നുള്ള സ്ക്യൂവർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒരേ വലിപ്പത്തിലാക്കാൻ വേണ്ടി മുകളിലും താഴെയൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് കൊടുത്ത് യൂണിഫോം പോലെ ആക്കുക. ഇതുപോലെ നമ്മളുടെ സ്ക്യൂവേഴ്സ് എല്ലാം
കബാബിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കനലിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്ക്യൂവേഴ്സ് ഓരോന്നായിട്ട് നല്ല കനലിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. 6-7 മിനിറ്റാണ് കുക്കിംഗ് ടൈം. 2 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇത് തിരിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ കരിയാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ അദാന കബാബ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അറേബ്യൻ ബ്രെഡ് ഖുബൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പതുക്കെ വലിച്ച് ഊരിയെടുക്കുക. ഇതാ നമ്മുടെ നല്ല ഭംഗിയും രുചികരവുമായ അദാന കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ശകലം ലെമൺ ജ്യൂസും കൂടെ അതിൽ സ്പ്രിങ്കിൾ ചെയ്ത് ഒരു കുബൂസും കുറച്ച് സാലഡും കൂടെ കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.